ഹലോ, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ബ്രെഡ് പക്കോടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ അരിപ്പൊടി, പിന്നെ വേണ്ടത് കടലമാവ്, ബേസിൻ കടലമാവ്. അരിപ്പൊടി അധികം വേണ്ട, ബേസിന് കുറച്ച് കൂടുതൽ വേണം. പിന്നെ വേണ്ടത് ഹൽദി പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് ജീരകം. ഇത് നന്നായി കുഴച്ചെടുക്കണം. പിന്നെ ഇത് പൊട്ടറ്റോ ആദ്യം തന്നെ ബോയിൽ ചെയ്ത് അത് ബാജി അവിടെ ഉണ്ടാക്കി വെച്ചിനെ. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ ബ്രെഡ് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഇതിൽ ഈ ബാജി ഉണ്ടാക്കിയ പൊട്ടറ്റോൻ്റെ ബാജി ഉണ്ടാക്കിയത് ഇതിൽ നടുവിൽ വെച്ച് രണ്ട് സൈഡും അപ്പുറം ഇപ്പുറം വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നിറയെ ഇങ്ങനെ രണ്ട് സൈഡ് നിറച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇതിന് ബേസിൽ മുക്കി പൊരിക്കുക ചെയ്യുക. പൊട്ടറ്റോ നന്നായിട്ട് സ്മാഷ് ചെയ്യണം. എന്നിട്ട് ഇത് ബേസിൽ ഇതുപോലെ മുക്കി പൊരിച്ച് കൊടുക്കണം. എണ്ണ മുന്നേ ചൂടാൻ വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഇത് പൊരിക്കാൻ വെച്ചു. ഇനി എല്ലാം ഇതുപോലെ ബേസിൽ മുക്കി പൊരിച്ചെടുക്കണം. ഇതാണ് ബ്രെഡ് പക്കോട. റെഡിയായി. പുറത്ത് നല്ല ക്രിസ്പി ഉണ്ടാവും, നല്ല സൗണ്ട് ഇതുപോലെ ക്രിസ്പി ആയിട്ട് ആണ് ബ്രെഡ് പക്കോട. പിന്നെ ഇത് മുളക് ബജ്ജി, കുറച്ച് ബേസൻ ബാക്കിയുള്ളതിൻ്റെ അകത്ത് കുറച്ച് മുളക് ബജ്ജി ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതേ മാവിൽ തന്നെയാണ് മുളക് നടുവേ ചീന്തി പിന്നെ ബേസനിൽ മുക്കി പൊരിച്ചെടുക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാം, കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സ്ഥിരം ഉണ്ടാക്കുന്നതാണ്. ഇത് തൻ്റെ